UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉറപ്പുകൂടി യാഥാർത്ഥ്യമാവുകയാണ്. സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായിട്ട് നൽകുന്ന വിപ്ലവകരമായിട്ടുള്ള പദ്ധതിയാണ്. കേരളത്തിലെ യുവാക്കൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ വലിയ ക്ഷേമ പദ്ധതിയിലൂടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സാമ്പത്തിക ധനസഹായമാണ് ഇതുവഴി ലഭ്യമാകുന്നത്. ഇതിൽ യാതൊരുവിധ പലിശയും ഈടാക്കുന്നതല്ല എന്ന് മാത്രമല്ല, സർക്കാർ അനുവദിക്കുന്ന ഈ വായ്പാ തുക നിശ്ചിത തവണകളായിട്ട് മാത്രം തിരിച്ചടച്ചാൽ മതിയാകും. അടുത്ത 6 മാസത്തിനകം തന്നെ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പിലാക്കും എന്നാണ് UDF സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വയോജന ക്ഷേമ വകുപ്പ് ആരംഭിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ വയോജന ക്ഷേമ പെൻഷന് വേണ്ടി ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. മുൻ സർക്കാർ വയോജന ക്ഷേമ നയം പ്രഖ്യാപിച്ചിരുന്നു. വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും മുൻഗണന നൽകി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് തന്നെ ആരംഭിച്ച് ഇത്തരത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, അവർക്ക് ആവശ്യമുള്ള പെൻഷൻ, അവരുടെ ആരോഗ്യകരമായിട്ടുള്ള ചികിത്സാ മുൻഗണന, അതോടൊപ്പം തന്നെ പ്രത്യേകം പരിചരണം, ഇനി വിശ്രമ കേന്ദ്രങ്ങൾ, ഇതുകൂടാതെ തന്നെ ജെറിയാട്രിക് കെയർ പോലുള്ള സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, അതെല്ലാം തന്നെ മുൻഗണന നൽകി ഇവർക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് വയോജന ക്ഷേമ വകുപ്പ് പ്രത്യേകമായിട്ട് ആരംഭിക്കുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ മുൻഗണന നൽകിയായിരിക്കും വിവിധ പദ്ധതികളും ഇവർക്ക് നൽകുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ആരംഭിക്കും. 62 ലക്ഷം ഗുണഭോക്താക്കളാണ് ഈ മാസത്തിലെ പെൻഷൻ തുക ലഭ്യമാവുക. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണമാണ്. തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നവർക്കും സഹകരണ സംഘം വഴി വീടുകളിൽ പെൻഷൻ തുക ലഭ്യമാകുന്നവർക്കും മെയ് 25-ാം തീയതി മുതൽ ലഭ്യമായി തുടങ്ങും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.